നമസ്കാരം. നമ്മളെ കമ്പ്യൂട്ടറിൽ ഫയലുകളും ഫോൾഡറുകളുമൊക്കെ സേവ് ചെയ്യാറുണ്ടല്ലോ. പക്ഷെ അപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റോറേജിന്റെ ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. അതെ, ഇതാണ് ചോദ്യം. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഫയലുകളെ ശരിക്കും ആരാണ് നിയന്ത്രിക്കുന്നത്? നിങ്ങളൊരു ഫയൽ സേവ് ചെയ്യുമ്പോഴോ ഡിലീറ്റ് ചെയ്യുമ്പോഴോ ആർക്കൊക്കെ അത് കാണാം, ആർക്കൊക്കെ അതിൽ മാറ്റം വരുത്താം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതിന്റെ ഉത്തരം നമ്മുടെ ഡിജിറ്റൽ ലോകത്തിന്റെ സുരക്ഷയുമായി അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു ലൈബ്രറിയനെ ഓർത്തുനോക്കൂ. നിങ്ങളൊരു പുസ്തകം ചോദിക്കുമ്പോൾ അതെവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തി കയ്യിൽ തരുന്നു, അല്ലേ? അതുപോലെയാണ് ഫയൽ സിസ്റ്റമും. നിങ്ങളൊരു ഫയൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഹാർഡ് ഡിസ്കിന്റെ ഏത് കോണിലാണെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് ഈ ഫയൽ സിസ്റ്റമാണ്. ചുരുക്കിപ്പറഞ്ഞാൽ, നിങ്ങളുടെ ഡേറ്റയെ ചിട്ടയോടെ സൂക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തി. വിൻഡോസ് ലോകത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് ഫയൽ സിസ്റ്റംസാണ് നമ്മൾ കാണുന്നത്. ഒന്ന് കുറച്ച് പഴയതാണെങ്കിലും ഇപ്പോഴും ചിലയിടത്തൊക്കെ ഉപയോഗിക്കുന്ന FAT32, മറ്റൊന്ന് ആധുനിക വിൻഡോസിന്റെ കരുത്തായ NTFS. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. FAT32വിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് ഉപകരണങ്ങളിൽ പ്രവർത്തിക്കും. പെൻഡ്രൈവുകൾ, മെമ്മറി കാർഡുകൾ, പഴയ ക്യാമറകൾ, ഗെയിം കൺസോളുകൾ, അങ്ങനെ പലതിലും. പക്ഷെ അതിന് വലിയ ഫയലുകൾ കൈകാര്യം ചെയ്യാനോ ശക്തമായ സുരക്ഷ നൽകാനോ കഴിയില്ല. അവിടെയാണ് NTFS ഒരു ഹീറോയെപ്പോലെ വരുന്നത്. സുരക്ഷയുടെ കാര്യത്തിലും വിശ്വാസ്യതയുടെ കാര്യത്തിലും NTFS വളരെ മുന്നിലാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ എല്ലാ വിൻഡോസ് സിസ്റ്റങ്ങളിലും NTFS അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. 4 GB കേൾക്കുമ്പോൾ വലുതായി തോന്നാമെങ്കിലും ഇന്നത്തെ കാലത്ത് ഇതൊന്നും അല്ല, അല്ലേ? ഒരു 4K വീഡിയോ ഫയലിനോ ഒരു വലിയ ഗെയിമിനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ബാക്കപ്പിനു പോലും ഇത് മതിയാവില്ല. ഈ ഒരൊറ്റ പരിമിതിയാണ് FAT32നെ പതിയെ അപ്രസക്തമാക്കിയതും NTFSന്റെ വരവിന് പ്രധാന കാരണമായതും. NTFSന്റെ യഥാർത്ഥ പവർ, അല്ലെങ്കിൽ അതിന്റെ സൂപ്പർ പവർ എന്ന് തന്നെ പറയാം, അത് അതിന്റെ പെർമിഷൻ സിസ്റ്റമാണ്. അതായത് ഒരു ഫയലോ ഫോൾഡറോ ആർക്കൊക്കെ കാണാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം എന്നൊക്കെ വളരെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്. ഈ അധികാരത്തിന്റെ താക്കോലുകളെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, ഫുൾ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, ആ ഫയലിന്റെ പൂർണ്ണ അധികാരം കിട്ടി. എന്നാൽ റീഡ് പെർമിഷൻ മാത്രമാണെങ്കിൽ ആ ഫയൽ വായിക്കാൻ മാത്രമേ സാധിക്കൂ, ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. ഒരു യൂസർക്ക് ഒരു ഫയലിൽ എന്ത് ചെയ്യാൻ കഴിയും, കഴിയില്ല എന്ന് തീരുമാനിക്കുന്നത് ഈ പെർമിഷനുകളാണ്. ഇതൊരു സുരക്ഷാ കവചം പോലെ നിങ്ങളുടെ ഡേറ്റയെ സംരക്ഷിക്കുന്നു. ഇനി ഇതിലെ ഏറ്റവും രസകരമായ ഒരു സംഗതിയാണ് ഇൻഹെറിറ്റൻസ്. അതായത് ഒരു പ്രധാന ഫോൾഡറിന് നിങ്ങൾ നൽകുന്ന പെർമിഷനുകൾ അതിനുള്ളിലെ എല്ലാ ഫയലുകൾക്കും ഫോൾഡറുകൾക്കും തനിയെ ലഭിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മൈ ഫോട്ടോസ് എന്ന ഫോൾഡറിന് നിങ്ങളൊരു പെർമിഷൻ കൊടുത്തു. ഇനി ആ ഫോൾഡറിൽ നിങ്ങളിടുന്ന എല്ലാ ഫോട്ടോകൾക്കും അതേ പെർമിഷൻ തന്നെ ഓട്ടോമാറ്റിക്കായി കിട്ടും. ഓരോ ഫയലിനും പ്രത്യേകം പോയി സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിൾ അല്ലേ? അപ്പോ ഈ പെർമിഷനുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്? മൗസ് ഉപയോഗിച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിതൊക്കെ ചെയ്യാം. പക്ഷെ ഒരു പ്രൊഫഷണൽ ലെവലില് കൂടുതൽ കൃത്യതയോടെയും വേഗതയോടെയും ഇത് ചെയ്യാൻ ഒരു വഴിയുണ്ട്. അതാണ് കമാൻഡ് ലൈൻ. അതിനായി വിൻഡോസ് നമുക്ക് തരുന്ന ഒരു സൂപ്പർ ടൂളാണ് iCals. ഇത് കണ്ട് പേടിക്കേണ്ട, ഇത് നമ്മുടെ വിൻഡോസ് ഫോൾഡറിന്റെ പെർമിഷനുകളാണ്. ഇവിടെ നോക്കൂ, സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടായ ട്രസ്റ്റഡ് ഇൻസ്റ്റാളറിന് ഫുൾ കൺട്രോൾ, അതായത് F ഉണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണ യൂസേഴ്സിന് റീഡ് ആൻഡ് എക്സിക്യൂട്ട്, അതായത് RX പെർമിഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് വെറുതെ പോയി സിസ്റ്റം ഫയലുകളൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. വിൻഡോസ് സ്വയം പ്രൊട്ടക്ട് ചെയ്യുകയാണ്. നേരത്തെ കണ്ട ഔട്ട്പുട്ടില് CIOI എന്നൊക്കെ ചില കോഡുകൾ കണ്ടില്ലേ? അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. CI എന്നാൽ കണ്ടെയ്നർ ഇൻഹെറിറ്റ്, അതായത് ഈ പെർമിഷൻ താഴെയുള്ള ഫോൾഡറുകൾക്കും കിട്ടും. അതുപോലെ OI എന്നാൽ ഓബ്ജക്റ്റ് ഇൻഹെറിറ്റ്, അതായത് പെർമിഷൻ ഫയലുകൾക്കും കിട്ടും. ഈ കോഡുകൾ മനസ്സിലാക്കിയാൽ ഒരു പെർമിഷൻ എവിടെ നിന്നാണ് വരുന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. ശരി, അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. 3 സ്റ്റെപ്പുകൾ. ആദ്യം iCatalyst കമാൻഡ് ഉപയോഗിച്ച് നിലവിലെ പെർമിഷനുകൾ പരിശോധിക്കാം. രണ്ടാമതായി /grant കമാൻഡ് ഉപയോഗിച്ച് ജോ എന്ന യൂസർക്ക് ഫുൾ കൺട്രോൾ F നൽകുന്നു. ഇപ്പോൾ ജോക്ക് ഫോൾഡറിൽ എന്തും ചെയ്യാം. അവസാനം /remove കമാൻഡ് ഉപയോഗിച്ച് ആ പെർമിഷനുകൾ എടുത്തു മാറ്റാനും പറ്റും. കണ്ടോ, ഒറ്റ കമാൻഡിൽ നമുക്ക് ഒരാൾക്ക് ഫുൾ കൺട്രോൾ കൊടുക്കാനും അത് തിരിച്ചെടുക്കാനും പറ്റി.
ഈ ടൂളിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വാചകം കേട്ടാൽ മതി. iCackles ഒരു സാധാരണ ടൂളല്ല, ഫയൽ സിസ്റ്റം സുരക്ഷയുടെ മുകളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ അധികാരം നൽകുന്ന ഒന്നാണിത്. ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അപ്പോ നമ്മൾ ഈ പഠിച്ചതൊക്കെ വെറും ടെക്നിക്കൽ കാര്യങ്ങളാണോ? അല്ലേല്ല, ഇത് നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതത്തിന്റെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ സ്വകാര്യ ഫോട്ടോകൾ മറ്റാരും കാണാതെ സൂക്ഷിക്കാനും പ്രധാനപ്പെട്ട വർക്ക് ഡോക്യുമെന്റുകൾ ആരും അറിയാതെ ഡിലീറ്റ് ചെയ്യാതിരിക്കാനും സഹായിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണിത്. ഈ അറിവ് നിങ്ങളുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉറപ്പായും സഹായിക്കും. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. ഫയൽ സിസ്റ്റം എന്നത് നമ്മുടെ ഡേറ്റയെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയൻ പോലെയാണ്. 2. NTFS ആണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ തിരഞ്ഞെടുപ്പ്. 3. iCackles എന്ന കമാൻഡ് ഉപയോഗിച്ച് ഈ സുരക്ഷയുടെ പൂർണ്ണ നിയന്ത്രണം നമുക്ക് തന്നെ ഏറ്റെടുക്കാം. അപ്പോ NTFS പെർമിഷനുകളെക്കുറിച്ചും ICALS എന്ന പവർഫുൾ ടൂളിനെക്കുറിച്ചും നിങ്ങൾക്കിപ്പോഴറിയാം. ഇനി എന്റെ ചോദ്യം ഇതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ആദ്യമായി ലോക്ക് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സുരക്ഷിതമാക്കാൻ പോകുന്ന ഫോൾഡർ ഏതായിരിക്കും? നിങ്ങളുടെ സ്വകാര്യ ഫയലുകളോ അതോ വർക്ക് ഡോക്യുമെന്റ്സോ? നിങ്ങളുടെ ഡിജിറ്റൽ ലോകം സുരക്ഷിതമാക്കാനുള്ള ആദ്യപടി ഈ ചിന്തയിൽ നിന്നാണ് തുടങ്ങുന്നത്.